ആത്മബന്ധു. പ്രഭാതം. വിശേഷമായ ജീവിതാവസരം ഇതാ എത്തിയിരിക്കുന്നു. ഉണർന്ന് ഈ ദിവസത്തെ ജീവിച്ച് ആനന്ദിച്ച് തൃപ്തികരമായി മുന്നോട്ടു പോകാൻ നമ്മളെ പ്രകൃതി വിളിക്കുകയാണ്. എഴുന്നേൽക്കൂ, കണ്ണുകൾ തുറന്ന് ഈ ജീവിതത്തെ ഒന്ന് അഭിനന്ദിക്കൂ. സ്വയമെന്ന് പറയൂ, ഈ ദിവസത്തെ മനോഹരമാക്കുവാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. എൻ്റെ ഈ ദിവസത്തെ അനുഗ്രഹീതമാക്കാൻ, സുന്ദരമാക്കാൻ വേണ്ടതെല്ലാം എന്നിൽ തന്നെയുണ്ട്. അതെ, ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുകയാണ്. എനിക്ക് സാധിക്കും എന്ന ചിന്തയാൽ ഈ പ്രഭാതം വളർന്ന് പകലിലേക്ക്, മധ്യാഹ്നത്തിലേക്ക്, സന്ധ്യയിലേക്ക്, രാത്രിയിലേക്ക് എത്തിക്കോട്ടെ. എന്നോടൊപ്പം ഈ ആത്മവിശ്വാസവും വളർന്നു വലുതാകട്ടെ. ഈ ദിവസം എനിക്ക് ലഭിക്കുന്ന പരിശീലനം എൻ്റെ മാത്രം വിജയത്തിലേക്കല്ല, എനിക്ക് ചുറ്റുമുള്ള സകലതിൻ്റെയും നന്മകളിലേക്ക് കൂടി ചേർത്ത് വയ്ക്കാൻ എനിക്ക് സാധിക്കട്ടെ. ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. മഹാഭാരത യുദ്ധകാലത്ത് അർജുനനും ദുര്യോധനനും യുദ്ധത്തെ സ്വീകരിച്ചത് 2 വഴികളിലാണ്. എന്നാൽ 2 പേരുടെയും മനോവിചാരങ്ങൾ ചിലപ്പോൾ ഒരുപോലെയായി തീർന്നിട്ടുണ്ട്. അതായത്, അർജുനനും ദുര്യോധനനും കൃഷ്ണനരികിലേക്ക് യുദ്ധസമയത്ത് സഹായം ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ, യുദ്ധത്തിൽ ആയുധമെടുക്കാത്ത ഞാൻ ഒരു വശത്തും, എന്നാൽ എൻ്റെ അശ്വഹിണി പടകൾ, ശക്തരായ എൻ്റെ പട മറ്റൊരു വശത്തുമുണ്ട്, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറയുമ്പോൾ, ദുര്യോധനൻ കൃഷ്ണന്റെ പട മതി എന്ന് പറയാണ്, കൃഷ്ണന്റെ സൈന്യത്തെ സ്വീകരിക്കുകയാണ്. പക്ഷേ താൻ വിജയിച്ചു എന്ന ചിന്ത ദുര്യോധനിലേക്ക് വരുമ്പോഴാണ് നിറഞ്ഞ മനസ്സോടുകൂടി അർജുനൻ കൃഷ്ണനെ മതി എന്ന് പറയുന്നത്. ആ നിമിഷം മുതൽ ദുര്യോധനനിൽ ഒരു സംശയമുണ്ട്. എന്തുകൊണ്ട് അർജുനൻ കൃഷ്ണനെ സ്വീകരിച്ചു? ആയുധമെടുക്കാത്ത കൃഷ്ണനെ കൊണ്ട് എന്തുപയോഗമാണ് ഉണ്ടാവുക? ഈ ചിന്ത മെല്ലെ മെല്ലെ ദുര്യോധനന്റെ മനസ്സിൽ ഒരു ഭയത്തിന്റെ നിഴൽ കൊണ്ടുവന്നു. ശരിക്കും കൃഷ്ണനെയായിരുന്നു താൻ സ്വീകരിക്കേണ്ടത്. കൃഷ്ണന്റെ പട തന്നോടൊപ്പം നിൽക്കുമ്പോൾ തനിക്ക് വിജയിക്കാനാകുമോ? മെല്ലെ മെല്ലെ ഒരു ശുഭാപ്തി വിശ്വാസം ദുര്യോധനനിൽ ഇല്ലാതെയായി. കർണനോട് അത് പങ്കുവെക്കുന്നുമുണ്ട് ദുര്യോധനൻ. നിരന്തരം ദുര്യോധനനെ അലട്ടിക്കൊണ്ടേയിരുന്നത് ആയുധമെടുക്കാതെ യുദ്ധം ചെയ്യാത്ത കൃഷ്ണനെ എന്തിന് അർജുനൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. യുദ്ധം താൻ പരാജയപ്പെടുമോ എന്ന ചിന്ത ദുര്യോധനനെ ആ നിമിഷം മുതൽ ബാധിച്ചു തുടങ്ങി. ഇതിന് സമാനമായൊരു ചിന്ത തന്നെയാണ് അർജുനനെയും ബാധിച്ചത്. ഈ യുദ്ധം തനിക്ക് ചെയ്യാനാകുമോ? ഈ യുദ്ധത്തിൽ തനിക്ക് തൻ്റെ ബന്ധുക്കളെ തന്നെ വധിക്കാനാകുമോ, പരാജയപ്പെടുത്താനാകുമോ എന്ന്. പക്ഷേ ദുര്യോധനൻ ചിന്തിച്ചപ്പോൾ ദുര്യോധനോടൊപ്പം നിൽക്കാൻ, ഉപദേശിച്ചു കൊടുക്കാൻ, ചിന്തകളെ തന്നെ മാറ്റിയെടുത്ത് ആ പരിവർത്തനത്തിന് പാകമാക്കുവാൻ ദുര്യോധനോടൊപ്പം കൃഷ്ണനുണ്ടായില്ല, അർജുനനോടൊപ്പം കൃഷ്ണനുണ്ടായി. അതുതന്നെയാണ് അർജുനന്റെ വിജയവും. ജീവിതത്തിൽ നമുക്കും ഇത്തരത്തിൽ ഭയത്തിൻ്റെ പുകമറകൾ കൊണ്ട് മുന്നോട്ടുള്ളതൊന്നും വ്യക്തമായി കാണാത്ത അവസ്ഥകൾ വരാം. സംശയത്തിൻ്റെ നിഴലിൽ, ദുഃഖത്തിൻ്റെ നിഴലിലൊക്കെ നമ്മൾ ആകുമ്പോൾ മുന്നോട്ടിനി എന്ത് എന്ന് വഴി തെളിയുകയില്ല. ആ സമയത്താണ് കൃഷ്ണൻ സാരഥിയായുണ്ട് എന്ന ബോധ്യമുണ്ടായാൽ, അല്ലെങ്കിൽ കൃഷ്ണനെ സാരഥിയായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ വ്യക്തതയുണ്ടാകുന്നത്, തെളിവുണ്ടാകുന്നത്. കൃഷ്ണൻ അല്ലെങ്കിൽ പരമാത്മാവ് നമ്മൾ വിശ്വസിക്കുന്നത് ഏത് മൂർത്തിയിലാണോ ആ മൂർത്തി നമുക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ചിന്തകളുടെ, നമ്മളുടെ തോന്നലുകളുടെ കുതിരകളെ നേരായ വഴിയിലേക്ക് നയിക്കുന്നു. ചിന്തച്ചതകളിലെ അപാകതകളെ, വിചാരങ്ങളിലെ ദൂഷ്യങ്ങളെ അകറ്റിത്തരുന്നു. ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത് എന്ന് പഠിപ്പിച്ചു തരുന്നു. യുദ്ധങ്ങളിൽ നിന്ന് പലപ്പോഴും നമുക്ക് ഒഴിവാകാനൊന്നും പറ്റില്ലെന്നേ. പലപ്പോഴും നമ്മളറിയാതെ ഈ യുദ്ധഭൂമികളിൽ പെട്ടുപോവുകയാണ്.
യുദ്ധം ചെയ്യേണ്ടത് പലപ്പോഴും പ്രിയപ്പെട്ടവരോടും ബന്ധുജനങ്ങളോടുമായിരിക്കും. അതിൽ ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ചിലപ്പോൾ നമ്മൾ കുഴപ്പത്തിലുമായി പോകും. അപ്പോഴൊക്കെയാണ് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്മയുടെ ആ നീലിമയെ നമ്മൾ അറിയേണ്ടത്. നന്മയുടെ ആകാശത്തെ, നമ്മളിലെ സത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുക. എന്നിട്ട് ചിന്തിക്കുക, എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന്. അപ്പോൾ ആയുധമെടുക്കാത്തൊരു മൂർത്തി നമുക്ക് പറഞ്ഞു തരും ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന്. യുദ്ധങ്ങൾ ഒഴിവാക്കുവാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. പക്ഷേ ഒഴിവാക്കാനാകാത്തൊരു സാഹചര്യം വന്നാൽ ആയുധമെടുക്കാതെ മുന്നേറാൻ നമുക്ക് പറഞ്ഞു തരുവാൻ ആ സത്യം, പരമമായ സത്യം നമ്മളോടൊപ്പം ഉണ്ടാകണം. അതിനാണ് നമ്മൾ പഠിക്കേണ്ടത്, അറിവ് നേടേണ്ടത്, നമുക്ക് വിശ്വാസങ്ങളും അനുഭവങ്ങളും ഉണ്ടാകേണ്ടത്. അതിനാൽ ഈ ദിവസം ആ സാരഥി ഒപ്പമുണ്ട് എന്ന്, ആ ഉറ്റ ചങ്ങാതി നമ്മളോടൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ഉള്ളിലാണ് ആ ചൈതന്യമുള്ളത് എന്നറിഞ്ഞുകൊണ്ട് നമ്മളോട് തന്നെ പറയുക, ഉണരുക, മുന്നോട്ട് സഞ്ചരിക്കുക, നിന്നിൽ തന്നെ വിശ്വസിക്കുക. ഏത് യുദ്ധങ്ങൾക്കും വിജയമന്ത്രം ഓതിത്തരുവാൻ, രഹസ്യമന്ത്രം ഓതിത്തരുവാൻ ആത്മശക്തി നിന്നിൽ തന്നെയുണ്ട് എന്ന് വീണ്ടും വീണ്ടും പറയുക. ജീവിതത്തിൽ വിജയം നേടുവാനുള്ള ആ മഹാസൂത്രം, വിജയരഹസ്യം നിന്നിൽ തന്നെ, അഥവാ എന്നിൽ തന്നെ ഗുപ്തമാക്കി വെച്ചിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും മനസ്സിനോട് പറയുക. അതെ, ജീവിതമാകുന്ന രഥം മുന്നോട്ടു പോകുമ്പോൾ അഭിമുഖീകരിക്കേണ്ടത് ഏത് സാഹചര്യത്തെ ആയാലും ഈ മനസ്സാന്നിധ്യം ഒപ്പമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അഭിമുഖീകരിക്കാൻ, വേണ്ട വിധം അതിനെ നേരിടുവാൻ, വേണ്ട വിധം അതിനെ പരിഹരിക്കുവാൻ ശക്തി നമ്മിൽ തന്നെ ഉണ്ടാകും. പതറാതിരിക്കുക, മുന്നോട്ടു പോവുക. പരമമായ വിജയം നമുക്കുണ്ടാകും എന്നുറപ്പിക്കുക. തോന്നലുകളെ, ചിന്തകളെ, ജീവിതത്തെ അംഗീകരിച്ചുകൊണ്ട്, ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഈ ഓരോ നിമിഷങ്ങളും നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏതവസ്ഥയാണോ ആ അവസ്ഥയിൽ നിന്ന് മുന്നോട്ടു പോകുവാനുള്ള ശക്തി നമ്മിൽ തന്നെയാണ് ഉള്ളത് എന്നും, ആ ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുമെന്നും ഉറപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തെ വരവേൽക്കുക. ആത്മബന്ധു തീർച്ചയായും സാധിക്കും, തീർച്ചയായും വിജയിക്കും. പരമമായും സന്തോഷമാണ്, ശാന്തിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ആരെയും ദ്രോഹിക്കേണ്ട എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് എങ്കിൽ വിജയം നിങ്ങൾക്ക് തന്നെയാകും. ആത്മബന്ധു ഈ ദിവസം എല്ലാ നന്മകളുടേതുമായിരിക്കട്ടെ.